വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓക്കെ, ഈ വീഡിയോയിൽ ഡിസ്കസ് വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ RRB ടീച്ചറിന്റെ എക്സാം സെന്ററിനെ പറ്റി, എക്സാം എഴുതാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സുകൾ കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി റെയിൽവേ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ അറിയിപ്പാണ് തന്നിരിക്കുന്നത്. കൺഫർമേഷൻ അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ നിലവിലുള്ള ബൈലോ അനുസരിച്ചിട്ടുള്ള ഒരു അറിയിപ്പാണ് തന്നിരിക്കുന്നത്. നിലവില് കേരളത്തിൽ നിന്ന് വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും സെന്റേഴ്സ് അലോട്ട് ചെയ്യുമെന്നാണ്. കണ്ണൂർ മുതലല്ല, നമ്മൾ ഓരോ ജില്ലയുടെ എടുത്തു കഴിഞ്ഞാല് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ എല്ലാ ജില്ലകളിലേക്കും, ഏകദേശം എല്ലാ ജില്ലകളിലേക്കും സെന്റർ ടീച്ചേഴ്സ് വേക്കൻസിക്ക് സെന്റർ അലോട്ട് ചെയ്യുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ള. മുമ്പ് നടന്ന നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒക്കെ വളരെ ദൂരം കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂസ് വന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ അവർ ഈ സെന്റേഴ്സ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെ സെന്റേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ട്. അസാം, ആന്ധ്രാപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ഡൽഹി, ഗുജറാത്ത്, ഗോവ, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ, കേരള, കർണാടക, മണിപ്പൂർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മിസോറാം, മേഘാലയ, ഒഡീഷ, നാഗാലാൻഡ്, പഞ്ചാബ്, പോണ്ടിച്ചേരി, സിക്കിം, രാജസ്ഥാൻ, തെലങ്കാന, തമിഴ്നാട് ആൻഡ് കേരളം. ഓക്കെ, അപ്പൊ കേരളത്തില് എത്ര സ്ഥലങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ കേരള അനുവദിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തായിട്ട് കോയമ്പത്തൂര്, ചെന്നൈ, സേലം, കന്യാകുമാരി. ഓക്കെ, നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. കോയമ്പത്തൂര് ഉണ്ട്, ചെന്നൈ ഉണ്ട്, സേലം ഉണ്ട്, കന്യാകുമാരി ഉണ്ട്. പിന്നെ കുറച്ച് ദൂരോട്ട് വരുന്ന തിരുപ്പൂർ, വെല്ലൂർ, കടലൂർ, മധുരൈ നമുക്ക് അടുത്തുള്ള സ്ഥലമാണ്. മധുരൈ, കൃഷ്ണഗിരി, തഞ്ചാവൂര്, തിരുച്ചിറപ്പള്ളി, വിരുദുനഗർ, നാമക്കല്, പിന്നെ തിരുനെൽവേലിയും അടുത്തുള്ള സ്ഥലം തന്നെയാണ്. ഓക്കെ, തിരുവണ്ണാമലൈ, വിളിപ്പുറം, തൂത്തുക്കുടി, ഇത്രയും സ്ഥലങ്ങളാണ് തമിഴ്നാട് തന്നിരിക്കുന്നത്. അപ്പം നിലവിൽ കേരളത്തിലെ ഒരു ജില്ല ഒഴികെ, വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും, വയനാട് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സെന്റേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സെന്റേഴ്സിന്റെ അലോട്ട്മെന്റിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റെയിൽവേ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളുടെ സെന്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് ആദ്യം അവർ നോക്കും. ഓക്കെ, നിങ്ങളുടെ അഡ്രസ് അവർ നോക്കും. അഡ്രസ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഡ്രസ്സിന് സമീപത്തായിട്ടുള്ള RRB, നിങ്ങളുടെ അഡ്രസ്സിന് സമീപത്തുള്ള ഏത് RRB ആണോ, ഓക്കെ, നമ്മുടെ അഡ്രസ് എന്ന് വെച്ചാൽ നമ്മളെ ഓൺ ഹോം ഡിസ്ട്രിക്ട്സ്, നമ്മുടെ കൊടുത്തിരിക്കുന്ന ജില്ല ഏതാണോ ആ ജില്ലയ്ക്ക് സമീപത്തുള്ള ഏത് RRB ആണോ അതിന് ഏകദേശം 50 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള സെന്ററുകൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുമെന്നാണ് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും നമ്മൾ ദൂരെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നവർക്കും പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഓൺ ഹോം ജില്ല ഏതാണോ അതിനനുസരിച്ചുള്ള സ്ഥലം, ഏകദേശം 50 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലുള്ള സ്ഥലം നിങ്ങൾക്ക് എക്സാം സെന്റർ ആയിട്ട് അലോട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരൊരു കാര്യം കൂട്ടി ചേർത്ത് പറയുന്നുണ്ട്, അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ്. അതായത് ഓരോ സെന്റർ നിങ്ങൾക്ക് തരുമ്പോഴത്തേക്കും, ഇപ്പൊ എക്സാമ്പിള് ഇപ്പം കൊല്ലവും ആലപ്പുഴയും തൊട്ടടുത്തടുത്ത്, അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലവും തൊട്ടടുത്തടുത്തുള്ള ജില്ലകളാണ്. ഓക്കെ, അപ്പൊ തിരുവനന്തപുരത്ത് ഒത്തിരി സ്കൂളുകളുണ്ട്, കോളേജുകൾ അവർ സെന്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നു. കൊല്ലവും ഉണ്ട്, കൊല്ലത്തുള്ള ആപ്ലിക്കൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളണം. അപ്പൊ കൊല്ലത്തുള്ളവരെ ട്രിവാൻഡ്രത്തേക്കും വരുത്താൻ പറ്റും, ട്രിവാൻഡ്രത്തുള്ളവരെ കൊല്ലത്തേക്കും വരുത്താൻ പറ്റും. ഓക്കെ, അപ്പം കൊല്ലത്ത് കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ. ആ ആപ്ലിക്കൻസിനെ തിരുവനന്തപുരത്തേക്ക് വരുത്തണമെങ്കിൽ അവർക്ക് വരുത്താൻ പറ്റും സിമ്പിൾ ആയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യും. ഒരു 50 കിലോമീറ്റേഴ്സിനുള്ളിലല്ലേ വരത്തുള്ളൂ. ജില്ലാ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അടുത്തടുത്തുള്ള ഈ എല്ലാ ജില്ലകളും പറയുന്നുണ്ട്, 13 ജില്ലകൾ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയായിരിക്കും സാധാരണ ഈ സെന്റേഴ്സ് അലോട്ട് ചെയ്ത് കിട്ടുന്നതെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കാര്യത്തെ പറ്റി ചിന്തിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല, പഠിക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മുടെ ക്ലാസ്സുകൾ ജസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നമ്മൾ സൺഡേ ഉണ്ട്, ഈ വരുന്ന സൺഡേ ഉണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. RRB ടീച്ചറിന്റെ അഡ്മിഷൻ സൺഡേസിൽ ക്ലോസ് ചെയ്യും. നമ്മുടെ അഡ്മിഷൻ എടുക്കാനുള്ള ഫീസ് 599 ആണ്, 599 രൂപ മാത്രമാണ്. 50% 50% റിഡക്ഷനോട് കൂടിയുള്ള ഫീ ആണ്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. PRTയും TGTയും PGT എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഓക്കെ,
അപ്പൊ എത്രയും മീൻസ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട് നമ്പർ, ആ നമ്പറിൽ അല്ലെങ്കിൽ ഈ നമ്പർ തന്നെ 77 36 75 04 73 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ നിങ്ങളുടെ സംശയങ്ങളും അഡ്മിഷൻ എടുക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാം. വാട്സപ്പിലൂടെ ഈ നമ്പറിലൂടെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. മെയിനായിട്ട് വാട്സപ്പ് ഈ നമ്പറാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ വിളിച്ചു ചോദിക്കാം. ഓക്കെ, മോഡൽ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കാം, ക്ലാസ്സുകൾ നോക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ പറയേണ്ടത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KVS ആൻഡ് NVS ഒക്കെ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എല്ലാ ലിങ്കുകളും കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലും കൊടുക്കാം. അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജിലൂടെയും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, NVS അതുപോലെ തന്നെ CTET അഡ്മിഷനും ആരംഭിക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, ഗ്രൂപ്പ് ഉണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബാക്കി അഡ്മിഷൻ നടക്കുന്നത് നമ്മുടെ HSA നാച്ചുറൽ സയൻസിന്റെ ബാച്ചസ് 999 ആണ്, 50% റിഡക്ഷൻ കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ജനറൽ ബാച്ച് ഉണ്ട്, HSAയുടെ ജനറൽ ബാച്ച് ഉണ്ട്, 499 ആണ്. അതുപോലെ LP UPയുടെ ലോങ് ടേം ബാച്ചും ഉണ്ട്, 299 എന്ന് പറയുന്ന ഒൺലി അഡ്മിഷൻ ഫീസ് മാത്രമായിട്ടുള്ള ടോട്ടലി ഫ്രീ ബാച്ച് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറയാനുള്ളൂ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ താഴെ കാണപ്പെടുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ചോ അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട്സിന് തിരിച്ച് മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളെ കുറിച്ചുള്ള, ടീച്ചിങ് വാക്കൻസിയെ കുറിച്ചുള്ള, മറ്റ് സെൻട്രൽ ഗവൺമെന്റ് ജോബിനെ കുറിച്ചുള്ള, കേരള PSC കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി യഥാസമയം അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി, അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.